ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ജൂലൈ 2025 സെറ്റ് കൊമേഴ്സിന്റെ ക്വസ്റ്റ് പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷൻസും ആണ്. അതിൽ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്ലാക്ക് വാരിയബിൾ ഈസ് യൂസ്ഡ് ഇൻ LPP ഫോർമുലേഷൻ വെൻ ദി കൺസ്ട്രെയിൻസ് ഹാവ് ഓപ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ, ഈക്വൽ ടു സൈൻ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പം നമ്മൾ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ സ്ലാക്ക് വാരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആവുന്ന സിറ്റുവേഷനിലാണ് സ്ലാക്ക് വാരിയബിൾ നമ്മൾ എന്ത് ചെയ്യുന്നത് LPP ഫോർമുലേഷനിൽ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോയിങ് ആണ്. ഹംഗേറിയൻ മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, മോണ്ടെ കാർലോ മെത്തേഡ് ആൻഡ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഇത് അസൈൻമെന്റ് ആണ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. മോണ്ടെ കാർലോ മെത്തേഡ് നമ്മൾ സിമുലേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നെറ്റ്വർക്ക് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഒന്നുകൂടി നോക്കാം. ഹംഗേറിയൻ മെത്തേഡ് ഈ സ്പെസിഫിക്കലി ഡിസൈൻ ടു സോൾവ് അസൈൻമെന്റ് പ്രോബ്ലംസ്. അസൈൻമെന്റ് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അവിടെ ഉപയോഗിക്കുന്ന 3 മെത്തേഡ്സ് ആണ് LCM, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് ആൻഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. Then Monte Carlo uses random numbers to simulate real life situations. Real life situations യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്? നമ്മൾ ഈ മൊണ്ടോ കാർലോ മെത്തേഡ് എന്ന് പറയുന്നത്. Then CPM ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ലോങ്സ്റ്റ് പാത്ത് ഇൻ ദി പ്രൊജക്ട് നെറ്റ്വർക്ക്. പ്രൊജക്ട് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ആണ് CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആൻഡ് PERT, പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. അപ്പം CPM നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊജക്ട് നെറ്റ്വർക്കിലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ മാച്ച് ദി ഫോളോയിങ്ങിൽ ആൻസർ എന്താ പറയുന്നത് വെച്ചാൽ എ, ഹംഗേറിയൻ മെത്തേഡ് എന്ന് പറയുന്നത് അസൈൻമെന്റ് ആണ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്താണ്? 4ാമത്തെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലാണ് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റുക. മോണ്ടെ കാർലോ മെത്തേഡ് സിമുലേഷനിലാണ്. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നെറ്റ്വർക്ക് അനാലിസിസിൽ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഐഡന്റിഫൈ ട്രൂ സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മാനേജ്മെന്റ് ഈസ് a process of organized activities. രണ്ടാമത്തെ statement, when an individual pursues his personal objectives, management has no operational meaning. 2 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായത് എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്കറിയാം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് ആക്ടിവിറ്റീസ്. ഓർഗനൈസ്ഡ് വേയിൽ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് മെത്തേഡാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? മാനേജ്മെന്റ് ഇസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റീസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, when an individual pursues his personal objectives, management has no operational meaning. ഇതും വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സിനല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ്? നമ്മൾ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ്, അതായത് നമ്മളിപ്പോൾ സപ്പോസ് നമ്മളൊരു വീട്ടിലേക്ക് നമ്മൾ കുക്കിംഗ് നടത്തുകയാണെങ്കിൽ അതിനവിടെ മാനേജ്മെന്റിന്റെ ആവശ്യമില്ല. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിനൊരു മാനേജ്മെന്റ് അവിടെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്താണ്, നമ്മളൊരു കഫേയിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ ഒക്കെയാണ് എന്താണ് കുക്കിംഗ് നടത്തിയിട്ട് സെയിൽസ് നടത്തുന്നെങ്കിൽ അവിടെ മാനേജ്മെന്റ് എന്താണ്? കമ്പൽസറിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. സോ ആൻസർ എന്താണ്? ബോത്ത് 1 and 2 എന്താണ്? ശരിയാണെന്നുള്ളതാണ്. The next question, identify this true statement. Statement 1, management principles are relative, not absolute.